ഓക്കെ, ഇനി നമ്മൾ 131 പേജിലുള്ള ടീനേജ് പ്രഗ്നൻസി എന്ന പാഠഭാഗമാണ് പഠിക്കുവാനായിട്ട് പോകുന്നത്. അല്ലെങ്കിൽ കൗമാര ഗർഭധാരണം എന്നുള്ള ആ ഭാഗമാണ് നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. ഒന്നാമതായിട്ടുള്ള ചോദ്യം നമ്മൾ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഏതാണെന്ന് ചോദിച്ചാൽ, വാട്ട് ഈസ് ടീനേജ് പ്രഗ്നൻസി? എന്താകുന്നു ടീനേജ് പ്രഗ്നൻസി എന്നുള്ളതാണ്. അല്ലെങ്കിൽ കൗമാര ഗർഭധാരണം. അതറിഞ്ഞാലാണല്ലോ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാൻ പറ്റുകയുള്ളൂ. ഓക്കെ, പ്രഗ്നൻസി ബിറ്റ്വീൻ 10 to 19 years ഈസ് കോമൺലി കോൾഡ് ടീനേജ് പ്രഗ്നൻസി. അതായത് ഒരു പെൺകുട്ടി 10 വയസ്സിനും 19 വയസ്സിനും ഇടയിലായിട്ട് ഗർഭിണിയാകുവാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ടീനേജ് പ്രഗ്നൻസി എന്ന്. എ പ്രഗ്നൻസി ബിറ്റ്വീൻ 10 to 19 years, അതായത് 10 വയസ്സിനും 19 വയസ്സിനും ഇടയിൽ. ഓക്കെ, ഈസ് കോമൺലി കോൾഡ് ടീനേജ് പ്രഗ്നൻസി. അതിനെ ടീനേജ് പ്രഗ്നൻസി എന്ന് വിളിക്കുന്നു. ഓക്കെ, വാട്ട് ഈസ് ദ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഓഫ് ടീനേജ് പ്രഗ്നൻസി? എന്തെല്ലാം ദൂഷ്യഫലങ്ങളാണ് ഈ ടീനേജ് പ്രഗ്നൻസി അല്ലെങ്കിൽ കൗമാര ഗർഭധാരണങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നത്? ദ അഡോളസൻസ് ബോഡി മെ നോട്ട് ഹാവ് ദ ഫിസിക്കൽ കപ്പാസിറ്റി ടു ഹാൻഡിൽ എക്സ്ട്രീം സ്ട്രെസ് ഓഫ് ചൈൽഡ് ബർത്ത്. അതായത് ഒരു കൗമാരദശയിലുള്ള ഒരു പെൺകുട്ടിക്ക് അവളുടെ ശരീരത്തിന് എന്താണ് എക്സ്ട്രീം സമ്മർദ്ദങ്ങളെ അതിജീവിക്കുവാനുള്ള ശാരീരിക ക്ഷമത ഉണ്ടായിരിക്കുകയില്ല. എങ്ങനെയുള്ളതിൻ്റെ? ചൈൽഡ് ബർത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ ഉണ്ടാകുന്ന ശാരീരിക ക്ഷമത ഉണ്ടാവുകയില്ല. ദെയർ ആർ ചാൻസസ് ഓഫ് കോംപ്ലിക്കേഷൻസ് ഡ്യൂറിങ് പ്രഗ്നൻസി ആൻഡ് ചൈൽഡ് ബർത്ത് ഇൻ ദിസ് പീരിയഡ്. അതുപോലെ തന്നെ ധാരാളം സങ്കീർണതകൾ എവിടെയാണ്? ശിശുവിൻ്റെ ജനനസ്ഥലത്ത് അല്ലെങ്കിൽ ആ ചൈൽഡ് പ്രസവ സമയത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് കുഞ്ഞിൻ്റെയും അമ്മയുടെയും ആരോഗ്യത്തിന് ഇറ്റ് ഈസ് ഡേഞ്ചറസ് ഫോർ ദ ഹെൽത്ത് ഓഫ് ദ മദർ ആൻഡ് ബേബി. അത് അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യത്തിന് ഹാനികരമായി തീരാം. ഓക്കെ, അപകടം ചെയ്യാവുന്നതാണ്. ദ റീസൺ ഈസ് ദേ ആർ നോട്ട് മെൻ്റലി പ്രിപ്പയർഡ് ടു ഷോൾഡർ ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് മദർഹുഡ്. ഇങ്ങനെ വരുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ കൗമാരകാലത്തിലുള്ള പെൺകുട്ടികൾക്ക് പക്വത എത്തിയിട്ടില്ല. എന്തുകൊണ്ടാണ്? ഉത്തരവാദിത്തങ്ങൾ എന്തിൻ്റെ? ഒരു മാതൃത്വത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നതിനുള്ള പക്വത എത്താത്തതിൻ്റെ പരിണിത ഫലമായാണ് ഇത്തരത്തിലുള്ള മാനസിക സംഘർഷങ്ങളും ശാരീരിക ബലഹീനതകളും കൊണ്ട് കുഞ്ഞിനും അമ്മയ്ക്കും ഉപദ്രവമായി തീരുവാൻ സാധ്യതയുള്ളത്. ദ മദർ മേ ബി അഫക്റ്റഡ് ബൈ ദ സൈക്യാട്രിക് ഇഷ്യൂസ് ലൈക്ക് ഡിപ്രഷൻ. അവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ അമ്മയ്ക്ക് ചിലപ്പോൾ മാനസികമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും മാനസിക ആരോഗ്യ പ്രശ്നം ഏതാണ്? ഡിപ്രഷൻ അല്ലെങ്കിൽ വിഷാദത്തിലേക്ക് തള്ളിവിടാനുള്ള സാധ്യത കൂടുതലാണ്. ടീനേജ് പ്രഗ്നൻസി മേ ലീഡ് ടു പ്രീമച്വർ ബർത്ത്. അതായത് കൗമാരകാലത്ത് ഗർഭിണിയാകുന്നത് എന്താണ്? പ്രീമച്വർ ബർത്ത്. അതായത് ഒരു ഗർഭത്തിലിരിക്കുന്ന ശിശു പ്രായപൂർത്തിയാകുന്ന അല്ലെങ്കിൽ സമയമാകുന്നതിന് മുൻപ് പ്രസവിക്കപ്പെടുവാനുള്ള സാധ്യതയ്ക്ക് കാരണമുണ്ട്. ബേബീസ് ഹാവിങ് ലോ വെയ്റ്റ് അറ്റ് ബർത്ത്. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഈ പ്രായം കുറയുന്നതിന് സമയമാകുന്നതിന് മുമ്പുള്ള ജനിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ജനിക്കുമ്പോൾ തന്നെ മറ്റൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, കുട്ടികൾക്ക് ഭാരം കുറവാകാനുള്ള സാധ്യതയുണ്ട്. ഒക്യൂറൻസ് ഓഫ് വേരിയസ് മോർബിഡിറ്റീസ് ആൻഡ് ഹൈ മെൻ്റൽ ആൻഡ് ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി. അതുപോലെ തന്നെ മറ്റ് പല പ്രശ്നങ്ങളും, പലതരത്തിലുള്ള ഉയർന്ന രോഗാവസ്ഥകളും മാതൃശിശു മരണനിരക്ക് എന്നിവ ഈ സാഹചര്യത്തിൽ ഉണ്ടാകുന്നതിന് സാധ്യത കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, ഒക്യൂഴ്സ് വേരിയസ് മോർബിഡിറ്റീസ് ആൻഡ് ഹൈ മറ്റേണൽ ആൻഡ് ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി. അതായത് പലതരത്തിലുള്ള രോഗങ്ങളും മാതൃശിശു മരണനിരക്കിനും കാരണമാകാനുണ്ട്. പ്രീമച്വർ ബർത്ത്, അതായത് പ്രായമാകുന്നതിന് മുമ്പ് കുഞ്ഞ് ജനിക്കുന്നതിനുള്ള കാരണമായി തീരാറുണ്ട്. ലോ വെയ്റ്റ്, അല്ലെങ്കിൽ കുഞ്ഞിന് അതാത് പ്രായത്തിൻ്റെതനുസരിച്ചുള്ള ഭാരമില്ലാതായിരിക്കാനായിട്ട് സാധ്യതയുണ്ട്. അമ്മയ്ക്ക് മാനസികമായ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ശാരീരികമായ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ഒരു കാരണവശാലും കൗമാരകാലത്ത് ആരും ഗർഭിണിയാവാതിരിക്കുന്നതിനായിട്ട് ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഇനി 170 ചോദ്യം, അല്ലെങ്കിൽ 170. വാട്ട് ഈസ് സെക്സ്വൽ അസൾട്ട്? എന്താകുന്നു സെക്സ്വൽ അസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഓക്കെ, സെക്സ്വൽ അസൾട്ട് ഈസ് ആൻ ആക്ട് ദാറ്റ് വയലേറ്റ് എ പേഴ്സൺസ് റൈറ്റ് ആൻഡ് ഡിഗ്നിറ്റി. അപ്പോൾ സെക്സ്വൽ അസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ സെക്സ്വൽ അസൾട്ട് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ അവകാശങ്ങളും അന്തസ്സും ലംഘിക്കുന്ന പ്രവൃത്തിയെ ലൈംഗിക അതിക്രമം എന്ന് വിളിക്കുന്നു. അപ്പോൾ സെക്സ്വൽ അസൾട്ട് എന്ന് പറഞ്ഞാൽ ലൈംഗിക അതിക്രമം എന്നാണ് അർത്ഥം. അപ്പോൾ ഒരു വ്യക്തിയുടെ അവകാശങ്ങളെയും
എന്താണ് പറയുന്നത്, ഡിഗ്നിറ്റിയെയും ഡിഗ്നിറ്റിയുടെ അന്തസ്സിനെയും ഖനിക്കുന്ന പ്രവർത്തനങ്ങളെയാണ് സെക്സ്വൽ അസൾട്ട് എന്ന് പറയുന്നത്. ഹൂ ക്യാൻ ബി വിക്ടിംസ് ഓഫ് സെക്സ്വൽ അസൾട്ട്? ആർക്കൊക്കെ ഒരു സെക്സ്വൽ അസൾട്ടിൻ്റെ വിക്ടിം ആയി ഇരയായി തീരാം എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. വിക്ടിം എന്ന് ചോദിച്ചാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇര എന്നാണ്. എനിവൺ ക്യാൻ ബി വിക്ടിം. എല്ലാവർക്കും ഒരു സെക്സ്വൽ അസൾട്ടിൻ്റെ വിക്ടിം ആയി തീരുവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, റിഗാർഡ്ലെസ് ഓഫ് വൺസ് ഏജ്, ഒരാളുടെ പ്രായമോ അല്ലെങ്കിൽ ജെൻഡർ അല്ലെങ്കിൽ ആളുടെ ലിംഗമോ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ സാമൂഹിക സ്ഥിതി അനുസരിച്ച് ക്യാൻ ബി വിക്ടിം ഓഫ് സെക്സ്വൽ അസൾട്ട്. അപ്പം ഈ ഏതൊരു കാര്യവും എടുക്കാതെ ഏതൊരു വ്യക്തിയും സെക്സ്വൽ അസൾട്ട് അല്ലെങ്കിൽ ലൈംഗിക അതിക്രമത്തിന് ഇരയായി തീരുവാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വാട്ട് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് പ്രിവെൻറ്റിങ് സെക്സ്വൽ എക്സ്പ്ലോയിറ്റേഷൻ? എന്താണ് ഈ സെക്സ്വൽ എക്സ്പ്ലോയിറ്റേഷൻ, അതായത് ലൈംഗിക ചൂഷണം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായി ചെയ്യേണ്ട പണി എന്താണ്? അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ സെക്സ്വൽ അസൾട്ട് ഈസ്, അതായത് നമ്മൾ മനസ്സിലാക്കണം എന്താണ് ലൈംഗിക ചൂഷണം എന്നുള്ളത് ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കണം. ആൻഡ് ഹൗ ഇറ്റ് ഹാപ്പൻസ്, എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കണം. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടു പ്രിവെൻറ്റ് ഇറ്റ്. അതാണ് ഏറ്റവും ആദ്യം ഇതിനെ പ്രിവെൻറ്റ് ചെയ്യുന്നതിനായിട്ട് നമുക്ക്, അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുന്നതിനായിട്ട്, അല്ലെങ്കിൽ ഇത് സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന ആദ്യത്തെ കാര്യം. ഇനി 173-ാമത്തെ ചോദ്യം. ദ സെക്സ്വൽ അസൾട്ട് എഗൻസ്റ്റ് ദോസ് ഹൂ ആർ ബിലോ 18 ഇയേഴ്സ് കം അണ്ടർ വിച്ച് ആക്ട് ഇൻ ഇന്ത്യ? അതായത് 18 വയസ്സിന് താഴെയുള്ളവർക്കെതിരെ ഉണ്ടാകുന്ന ലൈംഗിക ആക്രമണങ്ങൾ ഏത് നിയമത്തിൻ്റെ കീഴിലാണ് വരുന്നത് ഇന്ത്യയിൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ സെക്സ്വൽ അസൾട്ട് against those who are below 18 years come under പോസ്കോ ആക്ട് ഇൻ ഇന്ത്യ. അതായത് പോസ്കോ ആക്ടിൻ്റെ കീഴിലാണ് 18 വയസ്സിന് താഴെയുള്ളവർക്ക് എതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത് 132-ാമത്തെ പേജിൽ തന്നെയുള്ള വേരിയേഷൻ ഇൻ ദ ചൈൽഡ് ബർത്ത് എന്നുള്ള പാഠഭാഗമാണ്, അല്ലെങ്കിൽ ജനന നിരക്കിലെ വ്യതിയാനങ്ങൾ എന്നുള്ള പാഠഭാഗമാണ് നമ്മൾ ഇവിടെ പഠിക്കുവാനായിട്ട് പോകുന്നത്. അനലൈസ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഗിവൺ ബിലോ, ഡിസ്കസ് യുവർ ഒപ്പീനിയൻ ആൻഡ് ഫോം ഇൻഫറൻസസ്. അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മളോട് അനലൈസ് ചെയ്തതിന് ശേഷം നമ്മളോട് ഡിസ്കസ് ചെയ്ത് അതിൻ്റെ ഇൻഫറൻസസ് ഫോം ചെയ്യുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമതായിട്ട് തന്നിരിക്കുന്നത്, ഫ്രീക്വൻറ്റ് പ്രഗ്നൻസി മേ അഫക്റ്റ് ദ ഹെൽത്ത് ഓഫ് ദ മദർ ആൻഡ് ചിൽഡ്രൻ. അതായത് തുടർച്ചയായിട്ടുള്ള പ്രഗ്നൻസി, അതായത് ഗർഭധാരണം അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യത്തെ ഹാനികരമായിട്ട് ബാധിക്കും എന്നുള്ള ഭാഗമാണ് നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ അഭിപ്രായം എന്താണെന്നുള്ളതാണ്. യെസ്, ഫ്രീക്വൻറ്റ് പ്രഗ്നൻസി മേ അഫക്റ്റ് ദ ഹെൽത്ത് ഓഫ് ദ മദർ ആൻഡ് ചിൽഡ്രൻ ഇൻ ദ ഫോളോയിങ് മാനർ. അതായത് തുടർച്ചയായിട്ടുള്ള ഗർഭധാരണം അമ്മയുടെയും ശിശുവിൻ്റെയും ആരോഗ്യത്തിന് കാര്യമായിട്ട് ബാധിക്കും. ഒന്നാമതായിട്ട് എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് നോക്കാം. മിസ് ക്യാരേജ്, അതായത് പ്രഗ്നൻസി ലൂസ് അറ്റ് ഒക്കേഴ്സ് നാച്ചുറലി ബിഫോർ 20 വീക്സ്. അതായത് ഒരു സ്ത്രീ ഗർഭിണിയായിട്ട് 20 ആഴ്ചയ്ക്കുള്ളിൽ അവളുടെ ആ പ്രഗ്നൻസി നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഗർഭം അലസി പോകാൻ സാധ്യത കൂടുതലാണ്. ക്യാൻ ഒക്വർ ഇഫ് ദെയർ ഈസ് എ ഫ്രീക്വൻറ്റ് പ്രഗ്നൻസി. അങ്ങനെ മിസ് ക്യാരേജ് സംഭവിക്കുവാനായിട്ടുള്ള സാധ്യതയുണ്ട് തുടർച്ചയായിട്ടുള്ള പ്രഗ്നൻസി ഉണ്ടെങ്കിൽ. മിസ് ക്യാരേജ് എന്ന് വെച്ചാൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതായത് ഗർഭിണിയായിരിക്കുന്ന സ്ത്രീയുടെ ഗർഭം 20 ആഴ്ചയ്ക്ക് മുൻപായിട്ട് അലസി പോകുന്നതിനെയാണ് മിസ് ക്യാരേജ് എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് പെർട്രേം ലേബർ ഓർ പ്രീമച്വർ ബർത്ത്. അതായത് പ്രീമച്വർ ബർത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് ചൈൽഡ് ഈസ് കോമൺ ഫ്രീക്വൻറ്റ് ഡെലിവറി. അതായത് ഒരു കുഞ്ഞ് ആ പ്രായപൂർത്തി അമ്മയുടെ ഗർഭപാത്രത്തിൽ എത്ര നാൾ കിടക്കണമോ അത്രയും നാളും കിടന്ന് വളരുന്നതിന് മുൻപുള്ള പ്രസവം, പ്രീമച്വർ ബർത്ത് എന്ന് പറയുന്നത്, അതിന് സാധ്യത ഉണ്ട് എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീക്ലാംസിയ എന്ന് പറയുന്ന ഒരു പ്രവണതയാണ്. ഇസ് എ ഹൈ ബ്ലഡ് പ്രഷർ, അതായത് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും. ഡിസോർഡർ ഹാസ് മോർ ചാൻസ് ഇഫ് ദർ ഈസ് എ ഫ്രീക്വൻറ്റ് പ്രഗ്നൻസി. അതായത് പ്രീക്ലാംസിയയ്ക്ക്, അതായത് ഹൈ ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകാൻ അമ്മയ്ക്ക് ഉണ്ടാകുന്നതിനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ചാൻസ് ഫോർ ദ ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഈസ് മോർ ഇൻ ഫ്രീക്വൻറ്റ് പ്രഗ്നൻസി. അതുപോലെ തന്നെ ജസ്റ്റേഷണൽ ഡയബറ്റീസ്, അതായത് ഗർഭകാലത്തുണ്ടാകുന്ന ഡയബറ്റീസിന് കൂടുതൽ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ഈ ജസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എ കണ്ടീഷൻ ദാറ്റ് ഡെവലപ്പ് ഡ്യൂറിങ് പ്രഗ്നൻസി ഇൻ വിച്ച് ഡിഡ് നോട്ട് ഹാവ്
ഡയബറ്റിക്സ് ബിഫോർ, അതായത് ഒരു വ്യക്തിക്ക് എന്തായിത്തീരും, ഡയബറ്റിസ് ഉണ്ടായിരിക്കും, പക്ഷേ അതിനു മുമ്പ് ആ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കുകയില്ല. ഇനി ഇൻഫെക്ഷൻസ്, സം സെക്സ്വലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് ആൻഡ് അതർ ഇൻഫെക്ഷൻസ് ഇൻ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ക്യാൻ ഒക്വർ ഇൻ ഫ്രീക്വൻറ്റ് പ്രഗ്നൻസി. അതായത് ചില സമയത്ത് സെക്സ്വലി ട്രാൻസ്മിറ്റഡ്, അതായത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിലൂടെ ഉണ്ടാകുന്ന എന്താണ് പറയുന്നത്, രോഗങ്ങൾ ഉണ്ടല്ലോ, അവ ഈ ഫ്രീക്വൻറ്റ് പ്രഗ്നൻസിയുടെ സമയത്ത് ചിലപ്പോൾ ഈ അമ്മയ്ക്ക് ഉണ്ടാകുവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഫ്രീക്വൻറ്റ് ഡെലിവറി ക്യാൻ ലീഡ് ടു ഡിപ്രഷൻ ആൻഡ് ആങ്സൈറ്റി ടു മദർ. അമ്മയ്ക്ക് കൂടുതലായിട്ട് വിഷാദവും ആകുലതയും ഉണ്ടാക്കുവാനായിട്ട് സാധ്യതയുണ്ട്. ഇറ്റ് ഓൾസോ അഫക്റ്റ് ദ ചിൽഡ്രൻ, അതായത് കുഞ്ഞുങ്ങളെയും ഇത് അഫക്റ്റ് ചെയ്യും. കാരണം എന്താ വെച്ചാൽ ഒത്തിരി കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ എല്ലാ കുഞ്ഞുങ്ങൾക്കും ശരിയായ രീതിയിലുള്ള പരിചരണം നൽകുക സാധ്യമല്ല. ഇഫ് മദേഴ്സ് ഡോണ്ട് ഹാവ് ഗുഡ് ഹെൽത്ത് ഇറ്റ് വിൽ ലീഡ് ടു ദ ബർത്ത് ഓഫ് അൺഹെൽത്തി ചൈൽഡ്. അതുപോലെ തന്നെ അമ്മയ്ക്ക് നല്ല ആരോഗ്യമില്ലെങ്കിൽ കുഞ്ഞിനും നല്ല ആരോഗ്യം ഉണ്ടാകില്ല. ഫ്രീക്വൻറ്റ് പ്രഗ്നൻസിയുടെ പരിണിത ഫലമായിട്ട് അമ്മയുടെ ആരോഗ്യം നഷ്ടപ്പെടുവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്നുള്ള കാര്യവും നമ്മൾ മനസ്സിലാക്കണം. ഫ്രീക്വൻറ്റ് ചൈൽഡ് ബർത്ത് വിൽ അഫക്റ്റ് ദ ബ്രസ്റ്റ് ഫീഡിങ് ഓഫ് ദ ചൈൽഡ്. അതായത് തുടർച്ചയായിട്ട് കുഞ്ഞിന് പ്രസവിക്കുകയാണെങ്കിൽ 2 വർഷം ഒരു കുഞ്ഞിന് മുല കൊടുക്കണം എന്നുള്ള ഒരു പ്രശ്നത്തിന് ചിലപ്പോൾ അങ്ങനെ കൊടുക്കുവാൻ സാധിക്കാതെ വരും. അങ്ങനെ വന്നു കഴിയുമ്പോൾ അമ്മയ്ക്കും അതിൻ്റേതായ ദൂഷ്യഫലങ്ങൾ ഉണ്ടാവും, അതുപോലെ തന്നെ കുഞ്ഞിനും ദൂഷ്യഫലങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരിക്കലും തുടർച്ചയായിട്ടുള്ള പ്രസവം നമ്മൾ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. ഈ പ്രോപ്പർ ബ്രസ്റ്റ് ഫീഡിങ് ഈസ് നോട്ട് ഡൺ ടു ദ ചൈൽഡ് വിൽ നോട്ട് ഹാവ് പ്രോപ്പർ ഇമ്മ്യൂണിറ്റി സിസ്റ്റം. അപ്പോൾ ഒരു കുഞ്ഞിന് ശരിയായ രീതിയിലുള്ള ബ്രസ്റ്റ് ഫീഡിങ് നടത്തിയില്ലെങ്കിൽ നമുക്കറിയാം ആ കുഞ്ഞിന് എന്ത് പറ്റും, ശരിയായ രീതിയിലുള്ള ഇമ്മ്യൂണിറ്റി, അതായത് രോഗപ്രതിരോധ ശേഷി അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് ഉണ്ടാവുകയില്ല. ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ചിൽഡ്രൻ വിൽ ഗീവ് മോർ ചാൻസ് ഫോർ ദ പേരൻസ് ടു ഗീവ് പ്രോപ്പർ അറ്റൻഷൻ ടു ദ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ഓഫ് ഈച്ച് ചൈൽഡ്. അതായത് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ ചിൽഡ്രൻ, അതായത് കുട്ടികൾ തമ്മിലുള്ള ഗ്യാപ്പ് വിൽ ഗീവ് മോർ ചാൻസ്, കൂടുതൽ സാധ്യത ഫോർ പേരൻസിന് എന്ത് ചെയ്യാനായിട്ട്, അങ്ങനെ കുട്ടികൾ തമ്മിലുള്ള ആ ജനനത്തിൻ്റെ കാലയളവിൻ്റെ വ്യത്യാസങ്ങൾ എന്ത് ചെയ്യും, കൂടുതൽ സാധ്യത എന്താണ്, ഓരോ കുട്ടിക്കും പരിചരണം കൂടുതലായിട്ട് നൽകുന്നതിനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഫ്രീക്വൻറ്റ് ഡെലിവറി അല്ലെങ്കിൽ നമ്മൾ പറയേണ്ടത് എന്താണ്, ഫ്രീക്വൻറ്റ് ഡെലിവറി അല്ലെങ്കിൽ അടുത്തടുത്തുള്ള ഗർഭധാരണം മാതാവിൻ്റെയും കുട്ടിയുടെയും ആരോഗ്യത്തെ ബാധിക്കും എന്ന പോയിന്റിനെ കുറിച്ചുള്ള കാര്യം ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് പോവുകയാണ്.